ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കാളങ്കാവിൽ ഇറങ്ങാൻ 4 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ പ്രൊമോഷനൊക്കെ നല്ല ലെവലിൽ മുന്നോട്ട് പോകുന്നു. ഓരോ ദിവസവും പോസ്റ്ററുകളും കാര്യങ്ങളുമൊക്കെ നല്ല അപ്ഡേറ്റുകളുമായി നല്ല ഡീസൻ്റായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ സിനിമയുടെ ആദ്യ ദിനത്തെ പ്രദർശനം എപ്പോൾ തുടങ്ങുന്നു എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരവും വന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഇന്ന് പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. 11 മണി കഴിഞ്ഞ് 11 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള അപ്ഡേറ്റുകളും വന്നിരിക്കുന്നു. എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എപ്പോഴെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്നത് രാവിലെ 9:30-ക്കാണ് സിനിമയുടെ ഫസ്റ്റ് ഷോ തുടങ്ങുന്നത് കേരള ബോക്സ് ഓഫീസിൽ. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഈ സിനിമയ്ക്ക് അതിന് മുന്നോടി ഉണ്ടാകുമെന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചുള്ള ഉറപ്പായിട്ടുള്ള അപ്ഡേറ്റുകൾ വരട്ടെ. 8:30-ഓടെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഡിസംബർ 5-ന് വരുമ്പോൾ ഈ ഒരു സിനിമ എത്തുമ്പോൾ മലയാളത്തിലെ മറ്റൊരു ഗംഭീര സിനിമ കൂടെ വരികയാണ്. അതായത് അഭിനയ പ്രാധാന്യമുള്ള മികച്ച കഥയുള്ള ഒരു സിനിമ വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇക്കുറി ഒരു കാര്യം ഉറപ്പിക്കാം, ഈ 2025 മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല വർഷമായിരുന്നില്ല. ഒരു ഹിറ്റും ഒരു വമ്പൻ പരാജയവുമുള്ള ഒരു വർഷമെന്ന് തന്നെ പറയും. ആ സിനിമയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ 2 സിനിമകൾക്ക് ശേഷം നീണ്ട 8-9 മാസം കാത്തിരിക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം മമ്മൂട്ടിയിൽ നിന്ന് ഒരു സിനിമ വരാൻ. നമുക്കറിയാം അതിൻ്റെ കാരണങ്ങളും എല്ലാം. എന്തായാലും കളങ്കാവൽ ഈ വർഷത്തെ അവസാന സിനിമ ഇറങ്ങുമ്പോൾ ഈ വർഷത്തെ മറ്റൊരു വമ്പൻ ഹിറ്റ് ആയിരിക്കാം. ഈ ഒരുപക്ഷെ അവസാന ഹിറ്റോ അല്ലെങ്കിൽ അവസാന ഹിറ്റുകളിലൊന്നോ എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ഇത് സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. കാരണം കണ്ടൻ്റ് ഉണ്ട്, പ്രകടനം മികച്ചതാണ്, ക്വാളിറ്റി ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം തന്നെയാണ്. എന്തായാലും ഇതൊരു മാസ് തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ചിത്രമൊന്നുമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്താണെങ്കിലും അത് ആ ഒരു രീതിയിൽ തന്നെ എടുക്കുന്ന ആളുകൾക്ക് ഇതിനെ വല്ലാതെ ഇഷ്ടപ്പെടും, എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ള ഒരു വാക്കും കാര്യങ്ങളും ഒന്നും തന്നെ മമ്മൂട്ടി അല്ലെങ്കിൽ ഈ സിനിമ അണിയറ പ്രവർത്തകരോ പറഞ്ഞിട്ടില്ല. എന്തായാലും നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ചിത്രമാകട്ടെ എന്നുള്ളത് ആശംസിക്കുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ വൈകുന്നേരം മറ്റൊരു അപ്ഡേറ്റ് ഉണ്ട്. അതിന് മറ്റൊരു വീഡിയോയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഇന്ന് ഒരു ട്രെയിലർ കൂടി ഇറങ്ങുന്നുണ്ട്, അത് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു തരാം. ഗ്രേറ്റ് മീഡിയാസ്.